ഹായ് നമസ്കാരം. ഞങ്ങളിപ്പോൾ നിൽക്കുന്നത് നൂറനാട് കരിങ്ങാലിപ്പാടത്താണ്. ഇവിടെ നിറയെ താമരപ്പൂക്കൾ വിരിഞ്ഞു നിൽക്കുന്ന ഒരു മനോഹരമായ കാഴ്ചയുണ്ട്. അത് കാണാനാണ് ഇന്ന് ഞങ്ങൾ ഇവിടെ എത്തിയത്. കൂടാതെ ഈ പാടത്തിന്റെ തൊട്ടടുത്തായിട്ട് ഒരു മഹാഭദ്രകാളി ദേവീക്ഷേത്രവും ഉണ്ട്. അപ്പോൾ ഇന്ന് ആ ക്ഷേത്രത്തിന്റെ വിശേഷങ്ങളും ഒപ്പം തന്നെ ഈ പാടത്തിലെ നമ്മുടെ ഈ താമരപ്പൂക്കളുടെ വിശേഷങ്ങളുമാണ് പങ്കുവയ്ക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. ആലപ്പുഴയുടെയും പത്തനംതിട്ടയുടെയും അതിർത്തി പങ്കിടുന്ന നൂറനാട് പാറ്റൂർ കരിങ്ങാലിപ്പാടശേഖരത്തിലെ കാഴ്ചകളാണിവ. താമരപ്പൂക്കളാൽ നിറഞ്ഞ കരിങ്ങാലിപ്പുഞ്ച, പള്ളിമുക്കം മഹാഭദ്രകാളി ക്ഷേത്ര ദർശനവും ക്ഷേത്രത്തിന് സമീപത്തെ മനോഹരമായ പുഞ്ചപ്പാടവും അതിലെ താമരപ്പൂക്കളും മറക്കാൻ പറ്റാത്ത അത്രയും സുന്ദരവും സന്തോഷവും നിറഞ്ഞ ഒരു ദിനമാണ് നമുക്ക് സമ്മാനിക്കുന്നത്. മഹാഭദ്രകാളി ക്ഷേത്ര തിരുമുമ്പിൽ അമ്മയുടെ അരികിൽ ദാ ഇങ്ങനെ കൈകൂപ്പി നിൽക്കുമ്പോൾ കിട്ടുന്ന സമാധാനവും സന്തോഷവും എത്ര പറഞ്ഞാലും മതിയാവില്ല. ഈ ക്ഷേത്ര പരിസരത്ത് നിൽക്കുമ്പോൾ തന്നെ എത്ര പോസിറ്റീവ് എനർജിയാണ് നമുക്ക് കിട്ടുന്നത്. ക്ഷേത്രത്തിന് ചുറ്റും വളരെ ശ്രദ്ധയോടെ പരിപാലിച്ചിരിക്കുന്ന പൂന്തോട്ടം, അതിൽ അമ്മ മഹാമായയ്ക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ചുവന്ന പൂക്കൾ, അതെ, നിറയെ തെച്ചിപ്പൂക്കളാൽ മനോഹരമായ ക്ഷേത്ര തിരുമുറ്റം. മിക്ക ക്ഷേത്രങ്ങളെയും അപേക്ഷിച്ച് ഇതൊരു വേറിട്ട കാഴ്ചയാണ്. ഞങ്ങൾ ക്ഷേത്ര ദർശനത്തിനു ശേഷം നേരെ താമരപ്പാടത്തിലേക്ക് പോകുകയാണ്. ദാ കണ്ടില്ലേ എത്ര മനോഹരമായ കാഴ്ചകൾ. ഇന്ന് ഞങ്ങളുടെ കൂടെ ചേട്ടനും ചേച്ചിയും കൂടി വന്നിട്ടുണ്ട്. അങ്ങനെ ഞങ്ങളും നിങ്ങളും ദാ പുഞ്ചപ്പാടത്തിന് നടുവിലായി എത്തിയിട്ടുണ്ട്. ഇവിടെ നിന്നാൽ ചുറ്റോടു ചുറ്റും നിറയെ താമരപ്പൂക്കൾ വിടർന്നു നിൽക്കുന്ന മനോഹരമായ കാഴ്ച. കരിങ്ങാലിപ്പുഞ്ചയുടെ ഭാഗമാണിത്. ഇതിൻ്റെ 3 സൈഡും നെൽകൃഷികൾ ചെയ്തുകൊണ്ടിരിക്കുന്ന സ്ഥലമാണ്. ഇപ്പോൾ കൊയ്ത്ത് കഴിഞ്ഞ സമയമാണ്. ഈ സമയത്താണ് ഈ താമര കിളിർത്തു വരുന്നത്. കഴിഞ്ഞ 2 വർഷം കൊണ്ടാണ് ഇവിടെ താമരപ്പൂക്കൾ ഇത്രയും കൂടുതലായി കണ്ടുവരുന്നത്. കഴിഞ്ഞ വർഷം ഇതിലും പൂക്കൾ ഉണ്ടായിരുന്നു. നമ്മൾ തൊഴുതിറങ്ങിയ ആ ക്ഷേത്രത്തിലെ പൂജാരി വർഷങ്ങൾക്ക് മുൻപ് ക്ഷേത്രത്തിലെ പൂജയ്ക്കായി പുഷ്പങ്ങൾ എടുത്തിട്ട് ആവശ്യമില്ലാതെ വന്ന പുഷ്പങ്ങളും മറ്റും ഈ വയലിൻ്റെ സമീപം കൊണ്ടുവന്ന് കളഞ്ഞു. അതിൽ താമരപ്പൂവിൻ്റെ അവശിഷ്ടവും ഉണ്ടായിരുന്നെന്നും അങ്ങനെ അത് കിളിർത്ത് ഇവിടാകെ വ്യാപിച്ചു എന്നും സമീപവാസികൾ പറയുന്നു. ഇവിടെ വൈകുന്നേരങ്ങളിൽ വന്നാൽ വള്ളത്തിൽ ഈ താമരപ്പൂക്കൾക്കിടയിലൂടെ നമ്മളെ കുറേയേറെ ദൂരം കൊണ്ടുപോകും. താമരപ്പൂക്കളെ തൊട്ട് തലോടി അങ്ങനെ യാത്ര ചെയ്യാം. ഞങ്ങൾ രാവിലെ വന്നതുകൊണ്ട് വള്ളം കണ്ടില്ല. ഞങ്ങളങ്ങനെ ഫോട്ടോസും വീഡിയോയും ഒക്കെ എടുത്തു. കൂട്ടത്തിൽ ചേട്ടൻ നല്ലൊരു ഗാനവും ആലപിച്ചു. അങ്ങനെ തിരിച്ചു പോരാൻ തുടങ്ങിയപ്പോഴാണ് അങ്ങ് ദൂരെ ഒരാൾ താമരപ്പൂക്കൾ ഇറുത്തെടുക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ടത്. ഒട്ടും അമാന്തിച്ചില്ല, ഓടി അവിടെ എത്തി. ഞങ്ങൾക്കും കുറച്ച് പൂക്കൾ തരുമോ എന്ന് ചോദിച്ചു. അതിനെന്താ, ഇഷ്ടം പോലെ തരാമെന്ന് പറഞ്ഞു. ഞങ്ങൾ ഹാപ്പിയായി. ദാ കണ്ടില്ലേ നമ്മുടെ ബിന്ദു ചേച്ചി താമരപ്പൂക്കൾ വാങ്ങിക്കുന്ന മനോഹരമായ കാഴ്ച. അതും വാങ്ങിച്ച് ഞങ്ങൾ മടങ്ങുകയാണ് സുഹൃത്തുക്കളെ. അപ്പോൾ ഈ വീഡിയോ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുകയാണെങ്കിൽ നിങ്ങളും തീർച്ചയായും ഇവിടേക്ക് വരിക, കാഴ്ചകൾ കാണുക, ആസ്വദിക്കുക. അടുത്ത വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. നമസ്കാരം.